നമസ്കാരം. സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മേശയും കസേരയും വാതിലും ജനലും കട്ടിലും പോലെ നമ്മൾ സ്ഥിരമായി കാണുന്ന മര ഉരുപ്പിടികളല്ല ചാലക്കുടി സ്വദേശി അനു ആചാരി നിർമ്മിക്കുന്നത്. കേരളീയ ശൈലി പിന്തുടരുന്ന വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ, അത് കൃത്യമായ കണക്കിലാണ് ആ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം. അനു ആചാരിയുടെ വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങളാണ് ഇന്നത്തെ സെൻട്രൽ മാഗസിനിൽ ആദ്യം. പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യാ ശൈലി പിന്തുടർന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ് അനു ആചാരിയും ജ്യേഷ്ഠ സഹോദരൻ വിനോജ് ആചാരിയും. മരത്തിൽ അതിമനോഹരങ്ങളായ ശില്പങ്ങളും കൊത്തുപണികളും തുടങ്ങി എല്ലാം ഇവർ നിർമ്മിക്കുന്നു. ചാലക്കുടിക്കാരാണ് ഇരുവരും. തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിന്റെ തേവാരപ്പുരയിൽ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടിക്ക് പൂജാകർമാനുഷ്ഠാനങ്ങൾക്കായി അഭിഷേക പീഠം നിർമ്മിച്ചു നൽകിയാണ് അനു ആചാരി ശ്രദ്ധേയനാകുന്നത്. അനു ആചാരിയും വിനോജ് ആചാരിയും ചേർന്ന് കവടിയാർ കൊട്ടാര ഭിത്തിയെ മനോഹരമാക്കിയിട്ടുണ്ട്. പരമ്പരാഗതമായി മരപ്പണി ചെയ്യുന്നവരാണ് അനു ആചാരിയുടെ കുടുംബം. അച്ഛനും മുത്തച്ഛനും പ്രവർത്തിച്ച മേഖലയിൽ തന്റേതായ മികച്ച ഒരിടം കണ്ടെത്തിയിരിക്കുകയാണ് ഈ യുവകലാകാരൻ. ഈ രംഗത്തെ സാങ്കേതിക വിദ്യകളിൽ മാറ്റം വന്നതോടെ പുതിയ പഠനങ്ങൾ അനിവാര്യമായി വന്നു. അതുകൊണ്ട് തന്നെ സ്കൂൾ പഠനശേഷം ചാലക്കുടി സർക്കാർ ITIയിൽ കാർപ്പൻട്രി കോഴ്സ് പാസ്സായി. തുടർന്ന് കുറച്ചുകാലം കളമശ്ശേരി HMT കമ്പനിയിൽ ക്രാഫ്റ്റ് പാറ്റേൺ മേക്കറായി പരിശീലനം നേടി. ഇതിനെല്ലാം ശേഷമാണ് അനു ഈ രംഗത്ത് സജീവമായത്. പാരമ്പര്യ വിശ്വകർമ്മ കുടുംബത്തിലാണ് ജനനം. മരം ഉപയോഗിച്ചുകൊണ്ടുള്ള വർക്കുകളാണ് ഞാൻ ചെയ്തു വരുന്നത്. അതിൽ ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ക്ഷേത്ര സംബന്ധമായിട്ടുള്ളതും പുരാതനമായി നിലനിന്നിരുന്നിട്ടുള്ള വസ്തുക്കളുടെ ഒരു നിർമ്മാണ മേഖലയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. പുതിയ രീതിയിലല്ല, ഏറ്റവും പഴയ രീതിയിൽ ചെയ്തിരുന്നതിന് ഒരു പുനരാവിഷ്കരണം മാത്രമാണ് ഞാൻ കൂടുതൽ ചെയ്തു വരുന്നത്. പ്രധാനമായും ഞാൻ ചെയ്യണത് പീഠങ്ങളാണ് ഏറ്റവും കൂടുതൽ ചെയ്യണത്. പീഠങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള പീഠങ്ങളുണ്ട്. തച്ചുശാസ്ത്ര വിധി പ്രകാരമായിട്ടുള്ള കണക്കിലും അതിൻ്റെ രീതിയിലുമാണ് ഞാൻ നിർമ്മിച്ചു പോരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും അതിനുള്ള നിർമ്മിതികളാണ് ഞാൻ മെയിനായിട്ട് ചെയ്തു വരുന്നത്. മണ്ണുംപുറം മഹാദേവ ക്ഷേത്രത്തിലേക്കായി കിരാതമൂർത്തിയുടെ ദാരുശില്പം തേക്കിൻ തടിയിൽ കൊത്തിയെടുത്തതാണ് അനു പൂർത്തിയാക്കിയ ആദ്യത്തെ വലിയ ശില്പവേല. പരമ്പരാഗത വാസ്തുവിദ്യയുടെ രീതികളിലും കണക്കുകളിലുമായിരുന്നു ഇത്. അതിന് പിന്നാലെയാണ് കവടിയാർ കൊട്ടാരത്തിലെ പീഠം നിർമ്മിക്കാൻ ക്ഷണം ലഭിച്ചത്. 8 ഇഞ്ച് സമചതുരത്തിൽ വരിക്കപ്ലാവിലാണ് പീഠം നിർമ്മിച്ചത്. തൃശൂർ ജില്ലയിലെ തൃക്കൂർ മഹാദേവ സന്നിധിയിൽ വെച്ചാണ് ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടിക്ക് പീഠം കൈമാറിയത്. പ്രധാനമായിട്ടുള്ള ക്ഷേത്രങ്ങൾ ശബരിമല, അതേപോലെ കൊടുങ്ങല്ലൂർ, അങ്ങനെയുള്ള മറ്റു പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും എനിക്ക് ചെയ്തു കൊടുക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്ന പൂജാരിമാർക്കാണ് കൂടുതലും ചെയ്തു വരുന്നത്. പിന്നെ കവടിയാർ പാലസിലേക്ക് ഒരു പീഠം, പ്രതിഷ്ഠാപീഠം ചെയ്യാനായിട്ടൊരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവിടുത്തെ തേവാരപ്പുരയിലേക്ക് വേണ്ടിയിട്ട് തമ്പുരാട്ടി പറഞ്ഞതിൻ്റെ പ്രകാരമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ഒരു യാദൃശ്ചികമായിട്ടാണ് അങ്ങനെ ഒരു അവസരം എനിക്ക് വന്നത്. ഞാൻ തമ്പുരാട്ടിനെ മുഖം കാണിക്കാനായിട്ടൊരിക്കൽ പോവുകയുണ്ടായി, ഞാനും ജ്യേഷ്ഠനും കൂടി. അപ്പോൾ തമ്പുരാട്ടിക്ക് ഒരു സമർപ്പിക്കാനായിട്ട് പാലസിൻ്റെ ഒരു രാജമുദ്രയാണ് ഞാൻ നിർമ്മിച്ച് കൊണ്ടുപോയത്. അത് ആൾ കാണുകയും ആൾക്കത് വളരെ സന്തോഷമായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, എനിക്ക് ഒരു തേവാരപ്പുരയിലേക്ക് ഒരു പീഠം ചെയ്തു തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് എനിക്ക് പീഠം ചെയ്യാനായിട്ടൊരു അവസരം കിട്ടിയത്. അതും എന്നാൽ കഴിയാവുന്ന രീതിയിൽ ഒരു വ്യത്യസ്തമായിട്ടാണ് ഞാൻ ചെയ്തു കൊടുത്തത്. ഒരു ഐരാവത മസ്തക രൂപത്തിലുള്ളൊരു പീഠമാണ് എനിക്ക് നിർമ്മിക്കാൻ പറ്റിയത്. ശില്പങ്ങളും പീഠങ്ങളും മാത്രമല്ല, കൂർമ്മപീഠിക അഥവാ ആവണപ്പലക, കലപ്പ, ജലചക്രം, കാളവണ്ടി എന്നിവയുടെ മിനിയേച്ചറുകൾ, യോഗദണ്ഡുകൾ, മെതിയടികൾ, തേവാരപ്പെട്ടികൾ, ഉടുക്ക്, വിവിധതരം മൊമെന്റോകൾ, രാശിപ്പലകകൾ തുടങ്ങി അനു ആചാരി ഈ മേഖലയിൽ കൈതൊടാത്ത വസ്തുക്കൾ ചുരുക്കമാണ്. വീടിനോട് ചേർന്ന വിശ്വകർമ്മ ഹാൻഡിക്രാഫ്റ്റ്സ് എന്ന പേരിലാണ് അനു ആചാരിയുടെ പണിശാല. ഈ പണിപ്പുരയിൽ ചെന്നാൽ വ്യത്യസ്തമായ കൊത്തുപണികളും കാണാം. ഈ അടുത്ത് നമ്മൾ ഏറ്റവും വലിയൊരു വർക്ക് ചെയ്തത് നമുക്ക്
ഒരു 6 അടി ഉയരമുള്ളൊരു നടരാജ ശില്പം ചെയ്തിരുന്നു. അത് നമുക്ക് റയറായിട്ട് കിട്ടുന്നതാണ്. ഒന്ന് നടരാജ ശില്പമായിട്ട് ചെയ്യൽ വളരെ കുറവാണ്. അപ്പോൾ അപൂർവമായിട്ട് അതൊരു വീട്ടിലേക്കാണ് എനിക്ക് കിട്ടിയത്. ചാലക്കുടിയിലുള്ളൊരു വീട്ടിലേക്കാണ് നമുക്കത് ചെയ്യാനായിട്ടൊരു അവസരം കിട്ടിയത്. മണ്ണുംപുറം ശ്രീ മഹാദേവ ക്ഷേത്രം 1800 വർഷം പഴക്കമുള്ളതും ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം 2023 പൂർത്തീകരിച്ച് പ്രതിഷ്ഠ നടന്നിട്ടുള്ളതാണ്. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മുകളിലുള്ള രൂപങ്ങളും ഡോറുകൾ എന്നിവ ഈ അനു ആചാരി മണ്ണുംപുറത്തിൻ്റെ കരവിരുതിലാണ് പണി കഴിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വർക്ക് നല്ല വർക്കുകളാണ്. അത് തന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഈ കിരാതമൂർത്തിയുടെ ശ്രീകോവിലിന് മുകളിലുള്ള വർക്ക്. അനു ആചാര്യയുടെ അമ്മയുടെ അച്ഛൻ അഞ്ചക്കളൻ ആചാരിയും അച്ഛൻ്റെ അച്ഛൻ കുട്ടനാചാരിയും അച്ഛൻ PK ഗംഗാധരൻ ആചാരിയും മരപ്പണിയിൽ മിടുക്കരായിരുന്നു. കാർഷികോപകരണങ്ങളുടെ നിർമ്മാണത്തിലായിരുന്നു അഞ്ചക്കളൻ ആചാരി പ്രവർത്തിച്ചിരുന്നത്. കുട്ടനാചാരിയുടെ കരവിരുത് ചിരട്ടയിലും മറ്റും അതിമനോഹര ശില്പങ്ങൾ തീർക്കുന്നതിലായിരുന്നു. ഗംഗാധരൻ ആചാരി സാധാരണ മരപ്പണികളിൽ വലിയ വേഗതയുള്ള ആളായിരുന്നു. ഇവരിൽ നിന്നെല്ലാം പല കാര്യങ്ങളും ചെറുപ്പത്തിൽ തന്നെ പഠിച്ചാണ് അനുവും വിനോജും ഈ രംഗത്തേക്ക് കടന്നു വന്നത്. പുരാതനമായിട്ട് നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്, അപ്പോൾ അതിനെ എങ്ങനെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്താം, അതിനെക്കുറിച്ചാണ് ഞാൻ കൂടുതലും അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കുമ്മാട്ടി എന്ന് പറഞ്ഞൊരു കലാരൂപമുണ്ട് നമ്മുടെ നാട്ടിൽ. അത് തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുക. അപ്പോൾ അത് മരം കൊണ്ടാണ് നിർമ്മിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ അറിയണ്ടായി. അതിനെക്കുറിച്ച് അന്വേഷിക്കും. പിന്നെ അത് ഒരു 2 വർഷക്കാലമായിട്ട് അതെനിക്ക് നിർമ്മിക്കാനൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും മരത്തിലാണ് അത് നിർമ്മിക്കുക. മുഖത്ത് വെച്ച് ആടുന്ന മുഖംമൂടികളാണ്. ഒരു പീസ് മാത്രമാണ് ഒരു ടൈമിൽ ഉണ്ടാക്കുകയുള്ളൂ. എന്നുവെച്ചാൽ ഒരു മുഖം ഒരു ടീമിന് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ അത് നമുക്ക് കലാകാരന് എത്ര വ്യത്യസ്തമായിട്ട് എത്ര ഭംഗിയായിട്ട് ചെയ്യാമോ അതൊരു സൗഹൃദ മത്സരം പോലെ എല്ലാ വർഷവും ആചരിച്ചു വരുന്നതാണ്. അതൊരു ഏകദേശം നല്ല ചിലവ് വരും ഒരു മുഖം ചെയ്യണതിന്. പക്ഷേ എന്നിരുന്നാലും അതൊരു വലിയൊരു സന്തോഷമാണ്. നമുക്ക് കലാകാരന്മാർക്ക് വലിയൊരു അവസരമാണ് അങ്ങനെയൊക്കെയുള്ളൊരു കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതേമാതിരി ഇപ്പോഴും നടന്നു വരുന്നു എന്നുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ ദക്ഷ് സ്കിൽ ഇന്ത്യ പരിശീലന പരിപാടി ചാലക്കുടിയിൽ നടന്നപ്പോൾ അതിൽ പങ്കെടുക്കാൻ അനു ആചാരിക്ക് സാധിച്ചിട്ടുണ്ട്. കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷന് കീഴിലുള്ള ഭാരത് സേവക് സമാജിന്റെ കരകൗശല മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശീയ പുരസ്കാരവും ഈ കലാകാരനെ തേടിയെത്തി. നമ്മുടെ കൊറോണയും മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പുറമേയുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ വളരെ രീതിയിൽ കുറഞ്ഞു. അതുവരെയൊക്കെ ചെറിയ രീതിയിൽ ചെയ്തിരുന്നതാണ് ഈ തൊഴിൽ. പിന്നെ ഏറ്റവും ഒരു പ്രതിസന്ധി വന്നത് ഇതിൻ്റെ വിപണനമാണ് എനിക്ക് വലിയ ഒരു പ്രതിസന്ധിയായിട്ട് തോന്നിയത്. പക്ഷേ ആ സമയത്താണ് നമ്മൾ നവമാധ്യമങ്ങളെ ഉപയോഗിച്ചപ്പോൾ അതൊരു വലിയ സാധ്യതയായി. പിന്നെ മൊമെൻറ്റോകളൊക്കെ ചെയ്തു തുടങ്ങിയത് എനിക്കിവിടെ ഇത്തരം പണികൾ ചെയ്ത് കഴിയുമ്പോൾ ബാക്കി വരുന്ന മരങ്ങളിൽ നിന്നാണ് ഞാൻ ആദ്യമേ ചെയ്തു തുടങ്ങിയത്. പ്ലാസ്റ്റിക് പരമാവധി ഉപേക്ഷിക്കാമെന്നുള്ള രീതിയിലാണ് ഇത് ഞാൻ അവതരിപ്പിച്ചത്. പഞ്ചായത്തിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് കിട്ടി. അവരുടെ പല പരിപാടികൾക്കും നമ്മുടെ ഈ മരം ഉപയോഗിച്ചിട്ടുള്ള മൊമെൻറ്റോകളാണ് ഉപയോഗിച്ചത്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന മരങ്ങൾ ഏറ്റവും കൂടുതൽ പ്ലാവാണ് ഉപയോഗിക്കുന്നത്. അത് ക്ഷേത്ര സംബന്ധമായ വർക്കുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മരം പ്ലാവായതുകൊണ്ടാണ് അതിനുപയോഗിക്കുന്നത്. പിന്നെ കുമ്മാട്ടി പോലുള്ള മുഖങ്ങൾ നിർമ്മിക്കാനായിട്ട് നമ്മൾ കുമ്മിഴ് എന്ന് പറഞ്ഞൊരു തടിയാണ് ഉപയോഗിക്കുന്നത്. അത് അതിൻ്റെ ഫിനിഷിങ്ങും അത് കൂടാതെ അതിൻ്റെ വെയിറ്റ് കുറവാണ്. ഇതൊക്കെയാണ്. അത് മുഖത്ത് വെച്ച് ആടാനുള്ളതായതുകൊണ്ട് പരമാവധി ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പണികളൊക്കെ അതിന് ചെയ്യണം. പിന്നെ ശില്പങ്ങൾ ചെയ്യുമ്പോൾ അത് കസ്റ്റമൈസ്ഡാണ്. ചിലർക്ക് തേക്കിൻ്റെ വേണമെന്ന് പറയും. അപ്പോൾ ആ രീതിയിൽ ചെയ്യും. അമ്മ അമ്മിണി, ബിരുദാനന്ദ ബിരുദ വിദ്യാർത്ഥിയായ ഭാര്യ ഹരിത, മകൾ ശ്രീദുർഗ എന്നിവരടങ്ങുന്ന കുടുംബത്തിൻ്റെയും നാട്ടുകാരുടെയും പൂർണ്ണ പിന്തുണയാണ് അനുവിൻ്റെ ബലം. അനുവിനെക്കുറിച്ച് അഭിമാനമാണ് നാട്ടുകാർക്കുള്ളത്. കേട്ടറിഞ്ഞ് നിരവധി പേർ അനുവിനെ തേടിയെത്താറുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഗംഗാധരൻ ആശേരി മുതലുള്ള ഒരു പരിചയമാണുള്ളത്. ഗംഗാധരൻ ചേട്ടൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ പ്രദേശത്തെ മണ്ണുംപുറം എന്ന് പറയുന്ന ഈ ദേശത്ത് എല്ലാ വീടുകളിലെയും മരപ്പണി അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് ഗംഗാധരൻ ആശേരിയാണ്. വളരെയധികം കഴിവുകളുള്ള ഒരു കുടുംബമാണ്, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ അനിയന്മാരാണ് ഇവരെന്ന് വേണം പറയാനായിട്ട്. പരിമിതമായ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇവർ ഇത്രയും വലിയൊരു നേട്ടങ്ങളൊക്കെ കൈവരിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മണ്ണുംപുറം എന്ന പ്രദേശത്തിൻ്റെ തന്നെ ഒരു അഭിമാനമാണ്. ഓരോ ആവശ്യങ്ങളിലും എന്ത് ഒരു സഹായം ചോദിച്ച് അല്ലെങ്കിൽ അനുവിൻ്റെ സഹായം ചോദിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ
ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. കുടുംബത്തിൻ്റെ പിന്തുണ വളരെ വലുതാണ്. എൻ്റെ ഭാര്യയുടെയും മകളുടെയും അമ്മയുടെയൊക്കെ വളരെ വലിയ സപ്പോർട്ട് എനിക്ക് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ എനിക്ക് ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്യാനായിട്ടൊക്കെ സാഹചര്യങ്ങൾ വീട്ടിലെ സാഹചര്യങ്ങൾ കുറയുന്നുണ്ടെങ്കിലും അവരെന്നെ വല്ലാതെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. പിന്നെ നാട്ടുകാരും വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ അധികം ആളുകൾ കണ്ടിട്ടില്ല ഇത്തരത്തിലുള്ള രൂപങ്ങളൊന്നും ഞങ്ങളുടെ നാട്ടിൽ. അപ്പോൾ അതിനൊക്കെ അവരും നല്ല രീതിയിൽ മറ്റുള്ളവരോട് പറയുകയും അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം നല്ല രീതിയിൽ വർക്കുമുണ്ട്. ഫേസ്ബുക്ക്, യൂട്യൂബ് എന്നീ മാധ്യമങ്ങളിൽ നിന്നാണ് എനിക്ക് കൂടുതലും സപ്പോർട്ടുകൾ കിട്ടിയിട്ട് തുടങ്ങി. പിന്നെ ഞാൻ ചെയ്യുന്ന വർക്കുകളെല്ലാം ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഒരുപാട് ദൂരെയുള്ളവരൊക്കെ കണ്ട് കോൺടാക്ട് ചെയ്ത് നമുക്കങ്ങനെ സെയിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ കേരളത്തിന് പുറത്തും ഒക്കെ ചെയ്തിട്ടുണ്ട്. ബോംബെ വരെയൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുക ചെയ്തിട്ടുണ്ട്. കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ ഭൂരിഭാഗം അയച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവരുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണത്. ജനം നല്ല രീതിയിൽ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പുതുതലമുറയിലെ ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു വരുന്നില്ല എന്നാണ് ഈ കലാകാരൻ്റെ അനുഭവം. ചെറുകിട സംരംഭകർക്കുള്ള ലോണുകളും മറ്റ് സാമ്പത്തിക സഹായങ്ങളും ഉണ്ടെങ്കിലും അതിനെക്കുറിച്ചൊന്നും ഭൂരിഭാഗം ആളുകൾക്കും അറിയില്ല. പിന്നെ കൂടുതലും ഈ ഒരു തൊഴിലിനോടൊരു വിമുഖത പുതിയ തലമുറയ്ക്കുണ്ട്. അതെനിക്ക് പല തവണയായിട്ട് പല മേഖലയും തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് കുറച്ചൊക്കെ ആളുകളിലേക്ക് ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള കഴിവുകൾ ഇതൊക്കെ ഇങ്ങനെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കാണുമ്പോൾ അതിന് നല്ല റീച്ച് വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ആളുകൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പുതിയ തലമുറയിൽ കുറച്ച് പേർക്കെങ്കിലും ഇതിൽ നിന്നൊരു പ്രചോദനം കിട്ടിയാൽ അത്രയായി എന്നുള്ളതാണ് എൻ്റെ ഒരു വിചാരം. ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ഇത്തരത്തിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ കാണുന്നുണ്ട്. അതൊക്കെ വലിയ സന്തോഷമുണ്ട്. പിന്നെ ഈ മേഖലയിൽ പുതിയ തലമുറ ചെറിയ രീതിയിലെങ്കിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. അതതിൻ്റെ സാധ്യത കണ്ടിട്ടാവാം. സോഷ്യൽ മീഡിയകളിലെല്ലാം അനു ആചാരി സ്റ്റാറാണ്. എല്ലാവരുടെയും പ്രോത്സാഹനമാണ് ഈ കലാകാരനെ മുന്നോട്ട് നയിക്കുന്നത്.